ഒരു കായകൽപ്പ ചികിത്സയാണ് ഇപ്പോൾ ബസ്സുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് പുതിയ ബസ് വാങ്ങിക്കുന്നതിൻ്റെ 10% പോലും പൈസ ചിലവാകില്ല, അല്ലേ? തൊഴിലാളികളുടെ സഹായമാണ് ഇതിൽ പ്രധാനം. അതുപോലെ തന്നെ യൂണിയനുകളാണെങ്കിലും നമ്മളോട് വളരെയധികം സഹകരണമാണ്. ഇടയ്ക്ക് സമരമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ സെറ്റിൽ ചെയ്യും, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശമാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതവരുമായി ചർച്ച ചെയ്യും, അതങ്ങനെ അവസാനിപ്പിക്കും. ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ഓരോ ബസ്സിനും കൃത്യമായിട്ടുള്ള അതിൻ്റെ ആരോഗ്യം, നമ്മൾ വ്യക്തികളുടെ ഓരോ മനുഷ്യരുടെയും ആരോഗ്യനില പരിശോധിക്കുന്നത് പോലെ കൃത്യമായി പരിശോധിച്ച് ഓരോന്നിനും കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ആരോഗ്യമുള്ളൊരു ഫ്ലീറ്റ് ആക്കി നമ്മുടെ KSRTCയെ മാറ്റുക. ഈ ചടങ്ങ് ഒരു വലിയ ചടങ്ങായിട്ടൊന്നും നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് റീഫർബിഷിംഗ് എന്നുള്ളത് നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം ഇതിനകം തന്നെ മനസ്സിലാക്കി കാണും. അതൊരു പുതിയ കാര്യമായിട്ടല്ല, പക്ഷേ നമ്മുടെ ഈ ബസ്സുകൾ പലതും കുറച്ച് പഴയ 8-10 വർഷമൊക്കെ പഴയ ബസ്സുകൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ഒന്ന് പുതുക്കിയെടുക്കുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എല്ലാ അർത്ഥത്തിലും പുതുക്കുകയാണ്. എനിക്കതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മൊത്തം അഴിച്ച് പണിയുക, അല്ലേ? ഒരു അഴിച്ചു പണി, ഒരു കായകൽപ്പ ചികിത്സയാണ് ഇപ്പോൾ ബസ്സുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് പുതിയ ബസ് വാങ്ങിക്കുന്നതിൻ്റെ 10% പോലും പൈസ ചിലവാകില്ല, അല്ലേ MD? പുതിയ ബസ്സിൻ്റെ 10% പോലും ചിലവാകില്ല. ഒരു 2.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷത്തിനടുത്തേ വരുള്ളൂ. അപ്പോൾ 10 ബസ് നന്നാക്കിയാൽ നമുക്ക് ഒരു ബസ്സിൻ്റെ പൈസയേ വരുള്ളൂ. അതാണ് അതിൻ്റെ എക്കണോമിക്സ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചില അഡ്വൈസുകൾ ലഭിച്ചു. അതിനടിസ്ഥാനത്തിൽ അത് സമീപിച്ചപ്പോൾ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ തൊഴിലാളികൾ എന്നെ അതിശയിപ്പിച്ചു. എല്ലാവരും പണ്ട് പറഞ്ഞിരുന്നത്, ഇടയ്ക്കൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് നമ്മുടെ KSRTC തൊഴിലാളികൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ള തൊഴിലാളികളും മറ്റ് തൊഴിലാളികളും വളരെ പെട്ടെന്ന് ഇപ്പോൾ 15 ബസ് നല്ല ഒന്നാന്തരം പുതിയ ബസ് പോലെ ആക്കി തന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ബസ്സുകൾ ഞാൻ കോഴിക്കോട് പോയപ്പോൾ അവിടെയും അവർ നല്ല പോലെ പണിയെടുക്കുകയാണ്. ഞാൻ ആദ്യമായി തന്നെ മെക്കാനിക്കൽ വിഭാഗത്തിലുള്ള എല്ലാ തൊഴിലാളികൾക്കും അവരോട് ഞാൻ നന്ദി പറയുന്നു, അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കാരണം KSRTC ഇപ്പോൾ മരിക്കും എന്ന് ആരും വിചാരിക്കേണ്ട. KSRTC ഒരു പുനർജീവിതത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ ഈ പുതുതാക്കിയിട്ടുള്ള നവജീവൻ വന്നിട്ടുള്ള ഈ പുതിയ ബസ്സുകൾ. ഇത് പണ്ട് ചെയ്യാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ കുറേ കാലമായിട്ട് അതിൻ്റെ ഒരു ബാക്ക്ലോഗ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ 100 കണക്കിന് ബസ്സുകൾ നല്ല വൃത്തിയായിട്ട് എൻജിനൊക്കെ പണിത്, ഗിയർ ബോക്സ് പണിത്, എന്തെങ്കിലും സാധനം, അല്ലേ? ആരാ മെക്കാനിക്കലിൻ്റെ ആളവിടെ? മെക്കാനിക്കലിൻ്റെ ആരെങ്കിലും ഉണ്ടോ? എവിടെ? ഇങ്ങോട്ട് വിളിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു വലിയ പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക. കൺഗ്രാജുലേഷൻസ് ചെയ്ത് റൈറ്റ്, ഗുഡ്, ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ സഹായമാണ് ഇതിൽ പ്രധാനം. അതുപോലെ തന്നെ യൂണിയനുകളാണെങ്കിലും നമ്മളോട് വളരെയധികം സഹകരണമാണ്. ഇടയ്ക്ക് സമരമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ സെറ്റിൽ ചെയ്യും, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശമാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതവരുമായി ചർച്ച ചെയ്യും, അതങ്ങനെ അവസാനിപ്പിക്കും. പക്ഷേ നമ്മുടെ KSRTCയുടെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാ യൂണിയനുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരിത്തരം കാര്യങ്ങളെല്ലാം നന്നായി സഹകരിക്കുന്നുണ്ട്. ഈ അടുത്തയിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി 2 ജീവനക്കാർ നമ്മുടെ കർണാടകത്തിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കർണാടക ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്തു തന്നു. അവരുടെ ബോഡി കൊണ്ടുവന്നു. അതിൽ സ്ഥിരം ജീവനക്കാർക്ക് പിന്നെ നല്ല ഇൻഷുറൻസും താൽക്കാലിക ജീവനക്കാർക്കുള്ള ഇൻഷുറൻസും പരിമിതമായിട്ടാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പരിക്ക് പറ്റിയ എല്ലാവർക്കും, അല്ലേ MD, എല്ലാവർക്കും ചികിത്സ പൂർണ്ണമായും പരിക്ക് പറ്റിയ എല്ലാവർക്കും നമ്മൾ അവരുടെ എന്തെല്ലാമാണോ, ചിലർക്ക് നല്ല പരിക്കുണ്ട്, അവരെയൊക്കെ തന്നെ അവർ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയുള്ള ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിട്ടുണ്ട്. ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈ റീഫർബിഷ് ചെയ്ത ബസ്സുകൾ ഞാൻ പുറത്തിറക്കുന്നതായിട്ട് ഇതോടുകൂടി അറിയിക്കുകയാണ്.
ഇത് ഇങ്ങനെ ചടങ്ങ് വയ്ക്കേണ്ട കാര്യം വാസ്തവത്തിലില്ല. പക്ഷേ ഇതൊരു പ്രോസസ്സ് KSRTC ആരംഭിച്ചിരിക്കുന്നുവെന്ന് അറിയിക്കാനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു പരിപാടിയും ഞങ്ങളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വിളിക്കുന്നത് പ്രോജക്റ്റ് സൂര്യ എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റമാറ്റിക് ഒപ്റ്റിമൈസിങ് ഓപ്പറേഷൻസ് ഫോർ റെഡ്യൂസ്ഡ് എമിഷൻ ആൻഡ് ഇയർ റൗണ്ട് ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ഓരോ ബസ്സിനും കൃത്യമായിട്ടുള്ള അതിൻ്റെ ആരോഗ്യം, നമ്മൾ വ്യക്തികളുടെ ഓരോ മനുഷ്യരുടെയും ആരോഗ്യനില പരിശോധിക്കുന്നത് പോലെ കൃത്യമായി പരിശോധിച്ച് ഓരോന്നിനും കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ആരോഗ്യമുള്ളൊരു ഫ്ലീറ്റ് ആക്കി നമ്മുടെ KSRTCയെ മാറ്റുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എമിഷൻ, ഈ പുക വരുന്നത് കുറയ്ക്കണം. അതേപോലെ തന്നെ മെക്കാനിക്കലായിട്ട് റെക്ടിഫിക്കേഷൻ നടത്തണം. ഓപ്പറേഷണൽ ഡിസിപ്ലിൻ അത് നല്ലൊരു പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട്. മാച്ച് ബസ് ആൻഡ് ക്രൂ മാരേജ് എന്നാണ് വിളിക്കുന്നത്. അതൊരു അവർക്ക് കൊടുക്കുകയാണ്. ആ ബസ്സുകൾ കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ ക്രൂവിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ക്രൂവിനുള്ള കൗൺസിലിംഗ്, അതായത് അവർക്ക് പലപ്പോഴും അമിതമായിട്ടുള്ള ജോലി ചെയ്യേണ്ടി വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സ് വരുമ്പോൾ അവർക്ക് വേണ്ട കോച്ചിങ്ങും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു മനുഷ്യരാണ്, അവർക്ക് പലതരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ് ഉണ്ട്. മറ്റൊന്ന് മാധ്യമങ്ങളോടെല്ലാം അറിയാനുള്ള കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ITIs, എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്സ്, ITI പോളി എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ മെക്കാനിക്കലും അത് ഓട്ടോമൊബൈലും പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് നമ്മുടെ KSRTC വാസ്തവം പറഞ്ഞാൽ അത് വലിയൊരു അറിവിൻ്റെ ശേഖരമാണ്. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് വേണ്ടി വന്ന അവർക്ക് യൂണിഫോമോ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ആ കുട്ടികൾക്കും പ്രയോജനം, KSRTCക്കും പ്രയോജനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നല്ല ഒരു പ്രോജക്റ്റ് അക്കാഡമിക് ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന പേരിൽ ഇപ്പോൾ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, KSRTCക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബന്ധം KSRTC ആയിട്ടില്ല. അത് തുടങ്ങുകയാണ്. പോളിയായിട്ടും ITI ആയിട്ടും എല്ലാം നമ്മുടെ ചാക്ക IIT ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടാക്കി KSRTC ഇനി കുട്ടികളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന കുട്ടികളുടെ ഒരു ലബോറട്ടറി ആയിട്ട് KSRTCയെ മാറ്റുമ്പോൾ അവർക്കും അറിവുണ്ടാവുന്നു, KSRTCക്ക് അവരുടെ സേവനം ലഭ്യമാവുന്നു. ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ വെട്ടുകാട് ടു വേളാങ്കണ്ണി ഒരു ബസ് ഇന്നിവിടെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 2 ദിവസമേ ഉള്ളൂ, വെള്ളി ശനി. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ബസ്സുകൾ നല്ല രീതിയിൽ വിജയിച്ചു. ഇപ്പോൾ കാരണം വേളാങ്കണ്ണിയിലേക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗമല്ല അല്ലേ, എല്ലാ മതവിഭാഗങ്ങളും പോവുകയാണ്. അതുപോലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് മൂകാംബികയിലേക്ക് ഒരു ബസ് വേണമെന്ന് എന്നോട് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തീർത്ഥാടനം, ആ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ സൗകര്യത്തിന് എല്ലാ ഫെസിലിറ്റി നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശബരിമലയിലേക്ക് നമ്മളിപ്പോൾ വലിയൊരു ഒരുക്കം ശബരിമലയ്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തുടക്കം ആയി കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ശബരിമല വളരെ ഭംഗിയായിട്ട് നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്ക് KSRTC അവരുടെ സ്വന്തം വണ്ടി, സ്വന്തം കാറിൽ പോകുന്ന ആ ഒരു സന്തോഷത്തോടു കൂടി KSRTC അവരെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ വേളാങ്കണ്ണിക്കുള്ള വണ്ടി നാളെയാണ് പുറപ്പെടുന്നത്. അതൊരാഴ്ച ഒരു ട്രയൽ നടത്തേണ്ടി വരും. എന്നാലും നാളെ അത് പുറപ്പെടട്ടെ. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ അവിടുത്തെ ആളുകൾ ജനങ്ങൾ ഏറ്റെടുത്ത് വെട്ടുകാട് ചെയ്യും. എന്തായാലും ഞാൻ ഇവിടെ ഔപചാരികമായി അത് ഫ്ലാഗ് ഓഫ് ചെയ്തതായിട്ടും അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ എല്ലാ പരിപാടികളും റീഫർബിഷ് ചെയ്ത ബസ്സുകളുടെ നിരത്തിലിറക്ക്, അതേപോലെ തന്നെ വേളാങ്കണ്ണിയിലേക്കുള്ള ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ്, അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റ് സൂര്യയുടെ ഉദ്ഘാടനം എല്ലാം ഒരുമിച്ച് ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.